കേരളത്തിൽ ഇന്ന് ഏതെങ്കിലും ഒരു മേഖലയിൽ വളർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പഞ്ചനക്ഷത്ര ആശുപത്രി സംവിധാനം മാത്രമാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധത്തിൽ കേരളത്തിലെ ഓരോ മുക്കിനും മൂലയിലും ഓരോ ചെറുനഗരങ്ങളിലും പഞ്ചനക്ഷത്ര ആശുപത്രികൾ കെട്ടിപ്പൊക്കുന്നു. ഓരോ ആശുപത്രിയും അവർക്ക് തോന്നിയ നിരക്കാണ് ഏർപ്പെടുത്തുന്നത്. അങ്ങനെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശുപത്രി സംവിധാനത്തെ നിയന്ത്രിക്കാൻ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന പേരിൽ ഒരു നിയമം വേണം എന്നാവശ്യപ്പെട്ട കൊല്ലംകാരനായ പൊതുപ്രവർത്തകൻ MK സലീം 2016 കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. വിശദമായ ചർച്ചകൾക്കും വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ആശുപത്രി മുതലാളിമാരുടെ സംഘടനകളുടെ എതിർപ്പുമൊക്കെ മറികടന്ന് 2016 കേരള ഹൈക്കോടതി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ടാക്കാൻ സർക്കാരിന് ഉത്തരവ് കൊടുത്തു. ആ നിയമം കൊണ്ടുവന്നത് 2018 കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 2019 ജനുവരി മുതൽ ഈ നിയമം നടപ്പിലായി. എന്നാൽ അന്ന് തന്നെ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ മാനേജ്മെന്റും IMAയുടെ കേരള ഘടകവും ഡെന്റിസ്റ്റ് അസോസിയേഷനും എല്ലാം ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. അത് സ്റ്റേയിലായി. ഈ നിയമം ഉടനടി നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞായിരുന്നു ഹൈക്കോടതിയുടെ സ്റ്റേ. 2019 മുതൽ 25 വരെ ഏതാണ്ട് 6 വർഷം ഈ കേസ് മുമ്പോട്ട് പോയി. ആ കേസിനാണ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. ഈ ഉത്തരവനുസരിച്ച് ആശുപത്രി മുതലാളിമാരുടെയും ഡെന്റിസ്റ്റ് അസോസിയേഷന്റെയും ഒക്കെ വാദങ്ങൾ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ നിയമത്തിൽ ഒരു കുഴപ്പവുമില്ലെന്നും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉടനടി നടപ്പിലാക്കട്ടെ. ഈ നിയമം എന്തെങ്കിലും അസൗകര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ അസൗകര്യം പരിഹരിക്കാൻ സർക്കാരിന് അപേക്ഷ കൊടുക്കാം. സർക്കാർ അതിന് പരിഹാരം ഉണ്ടാക്കട്ടെ. എന്നാൽ ഈ നിയമത്തിൽ ഒന്നും നിയമവിരുദ്ധമല്ല. ഈ ചട്ടങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടതാണ്. ജനങ്ങളുടെ സുരക്ഷയ്ക്കും പൊതുജനാരോഗ്യത്തിനും ഇത് ആവശ്യമാണ് എന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് ഹരിശങ്കർ മേനോന്റെ വിധി വന്നിരിക്കുന്നത്. ഈ വിധി നടപ്പിലാക്കാൻ ഇനി സ്വകാര്യ ആശുപത്രികളും ക്ലിനിക്കുകളും നഴ്സിംഗ് ഹോമുകളും ദന്തൽ ആശുപത്രികളും ഒക്കെ നിർബന്ധിതരാവും. ഇത് നടപ്പിലാക്കിയാൽ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും എല്ലാ ആശുപത്രികളും ആദ്യം നിയമപരമായി ഈ ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ മടി കാണിച്ചാൽ അവർക്ക് പിഴയാണ്. ഓരോ ദിവസം ചെല്ലുംതോറും പിഴ കൂടി വരും. ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാരുടെയും പ്രത്യേകിച്ച് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പേര് വിവരങ്ങൾ ആശുപത്രിയിൽ പ്രദർശിപ്പിക്കണം. മരുന്നിന്റെ ചെലവും ചികിത്സയുടെ ചെലവും പാക്കേജ് ഫീസും, പാക്കേജ് എന്ന് പറയുന്നത് ഒരാൾ പ്രസവിക്കാൻ ചെന്നാൽ പ്രസവം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ, ഇത് വ്യക്തമായി മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെക്കണം. മാത്രമല്ല ഓരോ പ്രൊസീജിയറിനും ഈടാക്കുന്ന തുകയും എഴുതി വെക്കണം. എന്ന് വെച്ചാൽ ആശുപത്രികൾക്ക് അവിടെ പോയി രോഗിയെ കൈകെട്ടി കഴിയുമ്പോൾ കോൾ അടിച്ചല്ലോ എന്ന് കരുതി തോന്നിയതുപോലെ നിരക്ക് ഈടാക്കാൻ കഴിയില്ല. പോക്കറ്റിന്റെ കനം നോക്കി ഫീസ് നിശ്ചയിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. ആശുപത്രികൾ ഈടാക്കുന്ന നിരക്ക് എഴുതി വെക്കണം. ഈ ചികിത്സാ ചെലവ് ഉത്തമ ബോധ്യമായതിനു ശേഷമേ രോഗി ചികിത്സയ്ക്ക് വിധേയനാകാൻ കഴിയൂ. കഴുത്തറക്കുന്ന ആശുപത്രികളെ വിട്ട് മറ്റ് ആശുപത്രികൾ തേടുക മാത്രമല്ല, ഈ ആശുപത്രി മുതലാളിമാർ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ കണക്ക് നാട്ടുകാർ അറിയുകയും ചെയ്യും. തങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് ദന്താശുപത്രി മുതലാളിമാർ കൊടുത്ത പരാതിയും തള്ളി. അവരും ഈ പരിധിയിൽ വരട്ടെ എന്നാണ് കോടതി പറഞ്ഞത്.